നമസ്കാരം, ജിതയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റ് റെഡിയാക്കുക എന്നുള്ളതൊരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ ഓരോ ദിവസവും പുറത്ത് പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴൊക്കെ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമോ എന്നുള്ളതാണ് നോക്കി നടക്കാറ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ഒരു കാര്യം കണ്ടതാണ്. അതിനകത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാര്യം നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത് വളരെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം വിഷമം വരുന്ന ഒരു കാര്യമായിരുന്നു അത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഞങ്ങളുടെ വീടിനടുത്തൊരു അമ്പലത്തിൽ പോയി. തൃപ്പക്കുടം എന്ന് പറയുന്ന ഒരു മഹാദേവ ക്ഷേത്രം. ആ അമ്പലത്തിൽ ശനിയാഴ്ചകളിൽ പോകാറുണ്ട്. അങ്ങനെ ശനിയാഴ്ചകളിൽ പോയതാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴുത് വലം വയ്ക്കുന്ന സമയത്ത് ഒരു കുഞ്ഞും അച്ഛനും കൂടെ അമ്പലത്തിലേക്ക് വന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു അവനൊരു 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, ഒരു ആൺകുട്ടി. അപ്പം ഞാൻ തൊഴുത് ഇങ്ങ് മാറുന്ന സമയത്ത് എൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് ഇവൻ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. തൊഴുത് അവിടെ ഒരു പെട്ടിയിൽ, ഒരു മരപ്പെട്ടിയിൽ ഭസ്മം ഇട്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് ആ ഭസ്മം എടുത്ത് ഞാൻ തൊടുന്നതിനൊപ്പം തന്നെ അവനും അവിടെ നിന്ന് കുറച്ച് ഭസ്മം എടുത്തിട്ട് അവൻ്റെ അച്ഛൻ്റെ നെറ്റിയിൽ തൊടുവിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ ചൂടായി. ആൾക്കാർ ചുറ്റും നിൽക്കുന്നതോ അമ്പലമാണെന്നോ ഒക്കെ ചിന്ത മറന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. എനിക്കറിയാം തൊടാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ പറഞ്ഞിട്ട് അത് തൂത്തുകളയും കൂടെ ചെയ്തു. അപ്പോൾ ആ കുഞ്ഞിനുണ്ടായൊരു വിഷമം, അവൻ ആകെ ചമ്മി, ആകെ വിഷമിച്ച് ചുറ്റിനും നോക്കി. കരയാൻ പറ്റുമോ? കരയാനും അവന് പറ്റിയില്ല, അതിനനുസരിച്ച് ദേഷ്യപ്പെടാൻ പറ്റിയില്ല, പ്രതികരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ആ കുഞ്ഞിന് എത്രത്തോളം വിഷമമുണ്ടായിരിക്കും. അദ്ദേഹം ചിലപ്പോൾ ഭയങ്കര എന്താ പറയുക, വളരെ ടെൻഷനിലായിരിക്കാം, വേറെ പ്രശ്നത്തിൻ്റെ മൂഡിലായിരിക്കാം, ഒക്കെ ശരി. പക്ഷേ നമ്മൾ ആ ഒരു നിമിഷം കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അവരുടെ ആ ഒരു വലിയ സ്ക്രീനിൽ അവരത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അവരത് മറക്കാൻ ശ്രമിച്ചാലും മറന്നു പോവില്ല. അവരെ ഇൻസൾട്ട് ചെയ്ത പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ മനസ്സിലും പണ്ട് ചെറുതിൽ ഇൻസൾട്ടായ പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവും, പതിഞ്ഞിട്ടുണ്ടാവും. ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ടാവും പല കാര്യങ്ങളും. അതുപോലെ ആ കുഞ്ഞിൻ്റെ മനസ്സിലും അത് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ സ്ക്രീനിൽ പതിഞ്ഞ കാര്യം അവൻ വലുതാവുമ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. അവൻ വലുതാവുമ്പോൾ അതിന് എപ്പോഴെങ്കിലും അതിന് പകരം അവൻ ചോദിക്കും. അന്ന് അദ്ദേഹത്തിന് അത് താങ്ങാനുള്ള അവസ്ഥ ഉണ്ടാവുമെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി പിള്ളേർക്ക് പെട്ടെന്ന് വിഷമം തോന്നാൻ. ആ ഒരു നിസ്സാര കാര്യത്തിന് അവൻ്റെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ആ ഒരു ചെറിയ കാര്യങ്ങൾ അത് ഊതിപ്പെരുപ്പിച്ച് ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ അത് മതിയാവും. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ അത് മതിയാവും. വീട് വിട്ടിറങ്ങാനും പല നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിച്ചു വരുന്നത്. അപ്പം മാതാപിതാക്കൾ ഒന്നും ശ്രദ്ധിക്കണം ആ കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനോട് പറയണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ നമ്മളെങ്ങനെ പറയും, ചേട്ടൻ ചെയ്തത് ശരിയല്ല കേട്ടോ, ആ കുഞ്ഞിന് എത്രത്തോളം വിഷമം തോന്നി എന്ന് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. പക്ഷേ അദ്ദേഹം ചോദിക്കില്ലേ, താങ്കൾക്ക് എന്താ കുഴപ്പം, എൻ്റെ മോനോടല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ തീർന്നില്ലേ, നാണക്കേടായില്ലേ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു വീട്ടിലെ 2 കുട്ടികൾ തമ്മിൽ വഴക്കിട്ടു. ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ മോൻ അമ്മ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അമ്മയോട് കാരണം പറയാൻ വേണ്ടിയിട്ട്. 2 പേരും ഒരുപോലെ തെറ്റുകാരാണ്. അമ്മ വന്ന് അമ്മയോട് പരിഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാകുന്നത് എന്താ, തന്നെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുമായിരിക്കും എന്നായിരിക്കുമല്ലോ അവൻ്റെ വിചാരം. പക്ഷേ അമ്മയോട് പറയുകയും അമ്മ ഉടനെ തന്നെ ഇവനെ തല്ലുകയും അനിയത്തി കുട്ടിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. അമ്മ ആവശ്യമില്ലാതെ എന്നെയാണ് ഉപദ്രവിച്ചത്, അനിയത്തിയല്ല, ഞാനും അവളും വഴക്കിട്ടതാണ്, അവളാണ് എന്നെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. വീട് വിട്ടിറങ്ങി പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവരോട് പരാതി പറയുകയാണ്, അമ്മ എന്നെ ഉപദ്രവിച്ച്, അമ്മയുടെ പേരിൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്ര നിസ്സാര കാര്യമായിട്ടായിരിക്കും നമ്മൾ കണ്ടത്, പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു നിസ്സാര കാര്യത്തിന് വീട് വിട്ടിറങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞു മനസ്സല്ലേ, വെറുതെ എന്തിനാണ് നമ്മൾ അവർ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത്. അവർ പറയുന്ന എല്ലാം ശരിയായിരിക്കില്ല. എനിക്ക് തോന്നുന്നു പണ്ടത്തെ പൊട്ടം പിടിച്ച നമ്മളുടെയൊക്കെ കാലത്ത് ഉള്ള കുഞ്ഞുങ്ങളെ പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേർ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർക്ക് പാകതയും പക്വതയും ഒക്കെ പണ്ടത്തെ കാലത്തേക്കാളും കൂടുതലാണ്. എന്തു പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള
എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനിത് നേരിൽ കണ്ട കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറയാനുള്ള ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കേൾക്കാനായിട്ട് അവരറിയാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. അവരെ ചേർത്ത് പിടിച്ച് അവർ പറയുന്നത് കേൾക്കാൻ, ക്ഷമിച്ച് കേൾക്കാൻ, അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ പല കാര്യങ്ങളും കേൾക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് നോക്കിക്കേ. അവരെത്രത്തോളം ഹാപ്പി ആവുമെന്നറിയോ? അവരുടെ കൂടെ കളിക്കാൻ സമയം ചിലവിട്ട് അങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന്, അവരുടെ ഇഷ്യൂസിൽ നിന്ന് അവരെയൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാനും അതുപോലെ തന്നെ സ്നേഹത്തോടെ വളർത്താനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.